നമസ്കാരം. 2026 ഏപ്രിൽ മാസം പിറന്നിരിക്കുകയാണ്. ഭാരതീയ ജ്യോതിഷപ്രകാരം വളരെ നിർണായകമായ ഒരു മാസമാണിത്. മീനമാസത്തിന്റെ പകുതിയും മേടമാസത്തിന്റെ തുടക്കവും ഈ ഏപ്രിലിൽ വരുന്നു. പ്രകൃതി കണികണ്ടുണരുന്ന വിഷുവും ഈ മാസത്തിലാണ്. ഏപ്രിൽ 1 പൗർണമിയും 16 അമാവാസിയും വരുന്നു. ഏപ്രിൽ 18 വൈശാഖമാസം ആരംഭിക്കും. ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഏപ്രിൽ 14 വരെ സൂര്യൻ മീനം രാശിയിലാണ്. 14 സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഭരണരംഗത്തും വ്യക്തിജീവിതത്തിലും വലിയ ഊർജ്ജമാറ്റം ഉണ്ടാക്കും. മറ്റൊന്ന് ശനിയുടെ അവസ്ഥയാണ്. ഏപ്രിൽ 10 വരെ ശനി മൗഢ്യത്തിലാണ്. 10-ാം തീയതിയോടെ ശനി മൗഢ്യം തീരുന്നത് തൊഴിൽ മേഖലയിൽ മരവിപ്പ് അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമാകും. ബുധന്റെ നീചസ്ഥിതി ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. കേതു ഏപ്രിൽ 20 പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. പുനർജന്മത്തിന്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുരുവിന്റെ ആധിപത്യമുള്ള പുണർദം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പ്രധാനമായും ആദ്യത്തിന്റെ ശുഭകരമായ സഞ്ചാരവും സ്വന്തം നക്ഷത്രത്തിൽ തുടരുന്ന വ്യാഴത്തിന്റെ നേർഗതിയും നിങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. മിഥുനക്കൂറിലെ പുണർദം നക്ഷത്രക്കാർക്ക് ആദിത്യൻ അനുകൂല രാശികളിലായി സഞ്ചരിക്കുന്നത് ഈ മാസം വലിയ ഗുണങ്ങൾ നൽകും. നിങ്ങൾ വഹിച്ചു പോരുന്ന പദവിയിൽ ഉയർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഒപ്പമുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിലുള്ള ജോലിയിൽ നിന്ന് മെച്ചപ്പെട്ട മറ്റൊരു ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. പിതാവിന്റെ സ്വത്തിൽ നിന്നും അല്ലെങ്കിൽ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമം ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷ വാർത്ത ജന്മനക്ഷത്രത്തിൽ തുടരുന്ന വ്യാഴം 4 മാസത്തെ വക്രഗതിക്ക് ശേഷം നേർഗതിയിലേക്ക് മാറുന്നു എന്നതാണ്. ഇത് നിങ്ങൾക്ക് വലിയ മാനസികാശ്വാസം പകരും. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും ഇനി വേഗത്തിൽ നടന്നു തുടങ്ങും. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ താല്പര്യം അനുഭവപ്പെടും. തീർത്ഥാടനങ്ങൾക്കോ ഉപാസനകൾക്കോ ഉള്ള ശ്രമങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകും. മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ആത്മീയ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മാസം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ പുണർദം നക്ഷത്രക്കാർക്ക് സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്കും ഈ മാസം ശുഭവാർത്തകൾ നൽകും. പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഓഫറുകൾ ലഭിക്കും. ഗവൺമെന്റ് തലത്തിലോ വലിയ സ്ഥാപനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണിത്. കുടുംബകാര്യങ്ങളിൽ വലിയ സംതൃപ്തിയും സമാധാനവും സംഭവിക്കുന്ന മാസമാണിത്. പങ്കാളിയുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. മകന്റെ പഠനവുമായോ ജോലിയുമായോ ബന്ധപ്പെട്ട് ഏറെ നാളായി കാത്തിരുന്ന ആശ്വാസ വാർത്തകൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ വലിയ സന്തോഷം നിറയ്ക്കും. സാമ്പത്തികമായി ഭാവി സുരക്ഷയ്ക്കായി നിങ്ങൾ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അതിനുള്ള സാഹചര്യം ഒത്തുവരികയും ചെയ്യും. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. വലിയ മുതൽ മുടക്കുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത അനിവാര്യമാണ്. ആരെയും അന്ധമായി വിശ്വസിച്ച് പണം നിക്ഷേപിക്കരുത്. ഭൗതിക സുഖ സൗകര്യങ്ങളും ഭോഗസുഖവും ഈ മാസം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല സമയമാണ്. എങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ ശ്രമിക്കുക. വ്യാഴത്തിന്റെ നേർഗതി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ചുരുക്കത്തിൽ പുണർദം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും അംഗീകാരവും ലഭിക്കുന്ന മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടായി നടത്തുകയോ ചെയ്യുക. കൂടാതെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയകരമാകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശനിയുടെ ആധിപത്യമുള്ള കർക്കിടകക്കൂറിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ജന്മനക്ഷത്രം എന്ന് അറിയപ്പെടുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ആദിത്യന്റെ അനുകൂലമായ സഞ്ചാരവും ശുക്രന്റെ ഭാഗ്യസ്ഥാനവും നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുമ്പോൾ തന്നെ അഷ്ടമരാഹുവും 9-ലെ പാപയോഗവും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പൂയം നക്ഷത്രക്കാരുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം.
പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ നിങ്ങളുടെ 9, 10 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ 10ാം ഭാവത്തിലെ സൂര്യൻ ദിഗ്ബലമുള്ളവനാണ്. ഇതിന്റെ ഫലമായി തൊഴിൽപരമായ വലിയ ആശ്വാസം ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. ജോലിസ്ഥലത്തെ തടസ്സങ്ങൾ നീങ്ങുകയും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥരായ പൂയം നക്ഷത്രക്കാർക്ക് മേലാധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാനും വിപണിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ മാസം സാധിക്കും. തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറുന്നതോടെ വലിയൊരു മാനസികാശ്വാസം നിങ്ങൾക്ക് കൈവരും. ജോലി അന്വേഷിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം വളരെ അനുകൂലമാണ്. 10ാം ഭാവത്തിലെ സൂര്യന്റെ സ്വാധീനം കാരണം സർക്കാർ മേഖലയിലോ പ്രശസ്തമായ സ്ഥാപനങ്ങളിലോ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കലാകാരന്മാരെ സംബന്ധിച്ച് ഈ മാസം സുവർണകാലമാണ്. ശുക്രൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള പരിഗണനകളും പുരസ്കാരങ്ങളും ലഭിക്കാൻ കാരണമാകും. നിങ്ങളുടെ സർഗാത്മകത അംഗീകരിക്കപ്പെടുകയും പുതിയ വലിയ പ്രൊജക്ടുകളിൽ ഒപ്പിടാൻ അവസരം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകുന്ന മാസമാണിത്. ആദിത്യന്റെ ബലം നിങ്ങൾക്ക് ഏകാഗ്രതയും ബുദ്ധിശക്തിയും നൽകും. സങ്കീർണമായ വിഷയങ്ങൾ പോലും ലളിതമായി പഠിച്ചെടുക്കാൻ പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സമില്ലാതെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പഠനത്തെ ബാധിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ശുക്രൻ 11ാം ഭാവത്തിൽ വരുന്നത് പൂയം നക്ഷത്രക്കാരുടെ പ്രണയബന്ധങ്ങൾക്കും ദാമ്പത്യ സൗഖ്യത്തിനും വഴി തുറക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. 12ാം ഭാവത്തിൽ വ്യാഴം തുടരുന്നത് ശുഭകരമായ ചിലവുകൾക്ക് കാരണമാകും. മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. അന്നദാനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിങ്ങൾ സഹകരിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി നൽകുന്ന കാര്യമായിരിക്കും. ഈ മാസത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യമാണ്. അഷ്ടമരാഹുവും 9ാം ഭാവത്തിലെ പാപയോഗവും നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന കാര്യം വാഗ്ദാനങ്ങളാണ്. മറ്റുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തും. കുടുംബത്തിൽ നിന്ന് തന്നെ പഴഞ്ചൻ മനോഭാവമുള്ളവർ എന്ന പരിഹാസം ഉയർന്നേക്കാം. മാറുന്ന കാലത്തിനനുസരിച്ച് ചിന്തകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മികച്ച ഫലങ്ങളും വ്യക്തിജീവിതത്തിൽ ചില വെല്ലുവിളികളും നിറഞ്ഞ മാസമാണ് ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. നീരാഞ്ജനം തെളിയിക്കുകയോ ശനീശ്വരന് എള്ളെണ്ണ അഭിഷേകം നടത്തുകയോ ചെയ്യുക. കൂടാതെ ആരോഗ്യ സംരക്ഷണത്തിനായി ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമാകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബുധന്റെ ആധിപത്യമുള്ള കർക്കിടകക്കൂറിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ച് ഈ മാസം ഗ്രഹനിലയിൽ ചില സങ്കീർണമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നക്ഷത്രാധിപനായ ബുധന്റെ നീചസ്ഥിതിയും പാപയോഗവും ചില മാനസിക സമ്മർദ്ദങ്ങൾ നൽകുന്നുണ്ടെങ്കിലും മാസത്തിന്റെ 2ാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തെ പ്രധാന വെല്ലുവിളി നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന്റെ അവസ്ഥയാണ്. ബുധന് പാപയോഗം വരുന്നതും മാസാവസാനത്തോടെ നീചസ്ഥിതി സംഭവിക്കുന്നതും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ഭാഗ്യാനുഭവങ്ങൾ പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിപ്പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മാതാപിതാക്കൾക്ക് രോഗക്ലേശങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. തൊഴിൽ രംഗത്ത് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവുകളും മേലാധികാരികൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഈ മാസം ഉണ്ടാകും. ഇത് ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് വലിയൊരു അംഗീകാരമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിന്റെ 2ാം പകുതിയിൽ നല്ല അവസരങ്ങൾ തേടിയെത്തും. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടാതെ നോക്കുക. വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കാത്തത് വിമർശനങ്ങൾക്ക് ഇടവരുത്തിയേക്കാം. എന്നതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കാൻ ശ്രദ്ധിക്കുക. കച്ചവട രംഗത്തുള്ളവർക്ക് സാമാന്യമായ ലാഭം ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏപ്രിൽ മാസം സമ്മിശ്രമാണ്. ബുധന്റെ നീചസ്ഥിതി കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം. എങ്കിലും മാസത്തിന്റെ പകുതിക്ക് ശേഷം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. കായിക രംഗത്തോ കലാരംഗത്തോ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മത്സരങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും നിങ്ങൾ തിളങ്ങുന്നതാണ്. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾക്ക് ഈ മാസം വലിയ അംഗീകാരം ലഭിക്കും. കളികളിലും കലകളിലും സജീവമായി ഏർപ്പെടുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കും.
ഈ മാസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടുകെട്ടുകളാണ്. സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ചില കൂട്ടുകെട്ടുകൾ നിങ്ങളെ അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അതീവ ശ്രദ്ധ വേണം. മറ്റുള്ളവർക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കും. വിദേശ യാത്രകൾക്കായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം തടസ്സങ്ങൾ ഉണ്ടാകില്ല. പ്ലാൻ ചെയ്ത യാത്രകൾ മുടങ്ങാതെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ സമാധാനം അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. കമിതാക്കളെ സംബന്ധിച്ച് ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനുള്ള തീരുമാനങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായേക്കാം. മാസത്തിന്റെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും. ശാരീരികവും മാനസികവുമായ ഉന്മേഷം തിരിച്ചു കിട്ടുന്ന സമയമായിരിക്കും ഇത്. പ്രതിസന്ധികളെ മനക്കരുത്തുകൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും മാസാവസാനത്തോടെ വിജയങ്ങൾ കൈവരുന്ന മാസമാണ് ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ തുളസിമാല സമർപ്പിക്കുകയോ ചെയ്യുക. കൂടാതെ നാഗദൈവങ്ങൾക്ക് നൂറും പാലും വഴിപാട് നടത്തുന്നത് മാനസികമായ ഭയമകറ്റാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.